ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പോകുന്നത് നോർത്ത് ഗോവയിലെ ടീമിലുള്ള സെന്റ് തോമസ് സിറോ മലബാർ ചർച്ചിന്റെ തിരുനാൾ ആഘോഷമാണ്. തിരുനാളിൽ പങ്കെടുക്കാൻ നമുക്കൊരു ഭാഗ്യം കിട്ടി. അങ്ങനെ നമ്മളും എത്തിച്ചേർന്നിട്ടുണ്ട്. ശത്രുക്കളുടെ ആക്രമണങ്ങളിൽ നിന്നും പൈശാചിക തന്ത്രങ്ങളിൽ നിന്നും നിങ്ങൾ സംരക്ഷിതരാകട്ടെ. ജനുവരി 25 ഞായറാഴ്ചയായിരുന്നു ഇവിടുത്തെ തിരുനാൾ. എല്ലാ വർഷവും ജനുവരിയിലെ അവസാനത്തെ ഞായറാഴ്ചയാണ് തിരുനാൾ ഇവിടെ ആഘോഷിക്കുന്നത്. തിരുനാളിനോടനുബന്ധിച്ച് ആഘോഷമായ വിശുദ്ധ കുർബാനയും ഉണ്ടായിരുന്നു. നമ്മൾ എന്നപ്പോഴത്തേക്കും അവിടുത്തെ കുർബാന കഴിഞ്ഞിരുന്നു. നമ്മൾ സമയം 7 മണി കഴിഞ്ഞൊക്കെ അവിടെ എത്തിയത്. നമ്മൾ എന്നപ്പോഴത്തേക്കും കുർബാനയൊക്കെ കഴിഞ്ഞു. പ്രദർശനത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. എല്ലാവരും പുറത്തോട്ട് ഇങ്ങനെ പോയിക്കൊണ്ട് അങ്ങനെ പ്രദർശനത്തിനായി എല്ലാവരും താഴെ വന്നു. ദൈവകൃപയാൽ ഞങ്ങൾക്കും അതിലൊരു ഭാഗമാകാൻ സാധിച്ചു. അതിൽ ഭയങ്കര സന്തോഷമായി.
അങ്ങനെ പ്രദക്ഷിണം കഴിഞ്ഞിട്ട് പിന്നെ പ്രാർത്ഥനയും ഉണ്ടായിരുന്നു. പ്രാർത്ഥന കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും ഫുഡ് കഴിക്കാനായിട്ട് താഴേക്ക് ഇറങ്ങി. ഞങ്ങളും അങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് താഴോട്ട് വന്നു. അങ്ങനെ ക്യൂ ഒക്കെ നിന്നു. ഫുഡൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല ഫുഡും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. ഫുഡൊക്കെ വാങ്ങി നിന്നപ്പോഴാണ് നമ്മുടെ ഫ്രണ്ട് സിജി ഓടി വന്നത് കേട്ടോ. നമ്മൾ കാണാൻ അങ്ങനെ ആ പുള്ളിക്കാരി അകത്ത് പാടാനൊക്കെ നിന്നുകൊണ്ട് അന്നേരം സംസാരിക്കാൻ പറ്റിയില്ല. അങ്ങനെ പിന്നെ ഫുഡ് കഴിക്കാൻ നേരം വന്ന് നമുക്ക് ഫുഡൊക്കെ എടുത്ത് തന്നു. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി കേട്ടോ. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ, ഒരുപാട് ആൾക്കാർ. പിന്നെ ഇതാണ് നമ്മുടെ ജെസ് ചേച്ചിയും സിജിയും. നമ്മൾ ചെന്നപ്പോൾ തൊട്ട് നമ്മുടെ കൂടെ തന്നെ ജെസ് ചേച്ചിയും സിജിയും കൂടെ തന്നെ ഉണ്ടായിരുന്നു. എല്ലാവരോടും ഒരുപാട് സ്നേഹവും സന്തോഷവും ഉണ്ട്. നമ്മളെ ക്ഷണിച്ചതിൽ ഇതിൽ പങ്കുചേരാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷമായി. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് പോവുകയാണ്. അങ്ങനെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇങ്ങനെയുള്ള പുതിയ ഗോവയിലെ വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും.